നമ്മൾ മാറുന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഈ കൊച്ചൊന്ന് ഓക്കെ ആവുന്ന വരെ. ഇനി അടുത്ത കുറേ പേര് പറഞ്ഞു വരുമായിരിക്കും, എൻ്റെ അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോയാണെന്ന്. എനിക്കിപ്പോൾ ഇവിടെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെക്കൻഡ് ഗൈസ്. നാട്ടിൽ അമ്മൂമ്മേനെ നോക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ അവരെ കളഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുമായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, എനിക്കെൻ്റെ കൊച്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിൻലി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഡെയിലി കുഞ്ഞ് കിടന്ന് അനുഭവിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല, ഏതമ്മമാർക്കാണെങ്കിലും പറ്റത്തില്ല. അപ്പോൾ വ്ളോഗ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ പറ്റുന്ന രീതിയിൽ അടുത്തുള്ള സ്ഥലം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും അതെനിക്ക് മെസ്സേജ് ഇട്ടാൽ അവന്. നമ്മൾ നെട്ടയത്തിൻ്റെ അടുത്താണ് സ്ഥലം. അപ്പോൾ എൻ്റെ അടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് ഫേണിഷ്ഡാണ് വേണ്ടത്. കാരണം നമുക്ക് കുറച്ച് നാൾ മാറിയിട്ട് ഇതെല്ലാം ഒന്ന് ഓക്കെ ആണെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. മെയിൻ 3 ബെഡ്റൂം ഉണ്ട്. നമ്മൾ ഈ ഒരു ബെഡ്റൂം മാത്രമേ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ 1 ബെഡ്റൂം കിട്ടിയാലും കുഴപ്പമില്ല. കുഞ്ഞ് ഛർദ്ദിച്ച്. അപ്പോൾ ഇനി